ഹലോ, നമുക്കിന്ന് അധികം പ്രചാരം നേടിയിട്ടില്ലാത്ത ഒരു ചമ്മന്തിപ്പൊടി തയ്യാറാക്കി എടുക്കാവേ. ഈ ചമ്മന്തിപ്പൊടിയുടെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ ചിപ്പിക്കൂണാണ് കേട്ടോ. നമ്മളിത് നേരത്തെ തന്നെ നമുക്ക് ചിപ്പിക്കൂണ് നമ്മുടെ കൈവശം കിട്ടുമ്പോൾ നമ്മളിത് ഉണക്കി വെക്കണം. നമ്മൾ സാധാരണ വെയിലത്തിട്ട് ഉണക്കി എടുത്താലും മതിയേ. അപ്പം 2 ദിവസം 3 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും ഉണങ്ങി കിട്ടും കേട്ടോ. അങ്ങനെ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചേക്കുന്ന ചിപ്പിക്കൂണ് ഉണങ്ങിയ ചിപ്പിക്കൂണാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 3 തേങ്ങ, ഒരു 150-200 ഗ്രാമിനടുത്ത് ചുമന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയും കൂടെ വേണം കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് കഴുകി റെഡിയാക്കി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാവേ. ചിപ്പിക്കൂണ് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മൾ ആദ്യമേ തന്നെ ഇത് റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. ഇനി നമ്മൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒരു കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഇനി നമ്മൾ 3 തേങ്ങയാണ് ഞാൻ എടുത്തതെങ്കിലും 2 മാത്രമേ തിരുമ്മി എടുത്തിട്ടുള്ളൂ. കാരണം വലിയ നല്ല ഉള്ളുള്ള തേങ്ങയായിരുന്നു. ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ തേങ്ങ ഉള്ളത് കൊണ്ട് 2 നിർത്തി കേട്ടോ. എന്നിട്ട് ഇനി നമ്മൾ ഈ തേങ്ങ ഇതൊക്കെ റെഡിയാക്കിയ ശേഷം നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഉണങ്ങിയ കൂണുണ്ടല്ലോ, കൂണ് ചട്ടി ചൂടാക്കി അതിലിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തുനിന്ന് ചുമ്മാ ചൂടാക്കി എടുത്താലും മതിയേ. കൂണ് വറുക്കുമ്പോൾ ചെറിയ തീയിലിട്ട്, ഏറ്റവും കുറഞ്ഞ തീയിലിട്ട് വറുത്ത് ചൂടാക്കി മാറ്റി വെക്കണം. നമ്മളിത് ഉണക്കി വെക്കുമ്പോൾ ഇതിങ്ങനെ ചതഞ്ഞ് നല്ല പൊടിയുന്ന പോലെ നമുക്ക് ഉണങ്ങി കിട്ടത്തില്ല. ഇങ്ങനെ ചൂടാക്കി എടുക്കുമ്പം കൈകൊണ്ട് അമക്കിയാൽ നല്ല പൊടിഞ്ഞ് കിട്ടും. തീ പരമാവധി കുറച്ചിടണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സ്പോഞ്ച് പോലെ ഇരിക്കുന്നതുകൊണ്ടുണ്ടല്ലോ, ചട്ടി വേഗം കരിയഞ്ഞ് ഇത് കത്താനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ വറുത്ത് കോരി നമ്മൾ ആദ്യം തന്നെ മാറ്റി വെക്കണം. ഇനി നമുക്ക് ഇതേ ചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചേക്കുന്ന തേങ്ങയും ഉള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും കുറച്ചധികം കറിവേപ്പില ഇട്ട്, ചമ്മന്തിപ്പൊടിക്ക് കറിവേപ്പില നല്ല ടേസ്റ്റാണ്, അതും കൂടെ ഇട്ട് നന്നായിട്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ നമ്മൾ വറുത്ത് കോരിയെടുക്കണം. പണി എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് തീ ആളിച്ചു കഴിഞ്ഞാൽ കളറ് കറുത്തിരിക്കുകയോ ഉള്ളി ഇങ്ങനെ വെളുത്തിരിക്കുകയോ അന്നേരം ഒരു സുഖം കിട്ടത്തില്ല കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടെ മൂത്ത് വരണമല്ലോ. നമ്മൾ ഈ തേങ്ങ എടുക്കുമ്പം പയ്യെ ഒന്ന് മിക്സിയിൽ ഒന്ന് ചതച്ചിട്ട് എടുക്കുവാണെങ്കിൽ വറുത്തെടുക്കാൻ എളുപ്പമാണ്. ഞാനിപ്പോൾ അരിഞ്ഞേക്കുന്ന ഉള്ളിക്ക് ഇഞ്ചിക്കൊക്കെ വലിപ്പം ഉള്ളതുകൊണ്ട് നേരിട്ട് തന്നെ തേങ്ങയുടെ ഒപ്പം ഇട്ട് വറുത്തെടുക്കുക കേട്ടോ. നല്ല ചുവട് കട്ടിയുള്ള പാത്രത്തിലാണെങ്കിൽ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഞാനിപ്പോൾ സാധാരണ നമ്മുടെ ചീനിച്ചട്ടിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് അടി കൂട്ടി ഇളക്കി റെഡിയാക്കി എടുക്കണം. കുറേ നേരം ഇളക്കി കഴിയുമ്പോൾ നല്ല മുരുമുരാന്ന് ഇത് വരുള്ളൂ. ഞാനിപ്പം ഈ ചമ്മന്തിപ്പൊടിയിൽ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ചേർക്കേണ്ട, നമ്മൾ ഈ തേങ്ങ ഇടുമ്പോൾ ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ മുളക് പൊടിക്ക് പകരം വറ്റൽമുളകാണ് ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ ഇതെല്ലാം കൂടെ ആദ്യം മൂപ്പിക്കാനായിട്ട് ഇട്ടില്ലേ, അന്നേരം തന്നെ ആ കൂടെ വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചിട്ട് ഈ കൂടെ ഇട്ട് വറുത്തെടുക്കണം. തേങ്ങ നല്ല മൂത്ത തേങ്ങ ആയതുകൊണ്ട് തേങ്ങ ചെറിയ ചൂടി കിടന്ന് തേങ്ങയുടെ എണ്ണ ഇങ്ങനെ ഇറങ്ങും. അങ്ങനെ എണ്ണ ഇറങ്ങി ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് നമുക്ക് കിട്ടുവേ. ഈ ചിപ്പിക്കൂണും കൊണ്ട് ഏറെ കാലം കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ടാണ് നമ്മൾ ചമ്മന്തിപ്പൊടിയൊക്കെ അതിന് ഒരു ദിവസം നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞ് പിറ്റത്തെ ദിവസത്തേന് ഫ്രിഡ്ജിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ദിവസം കൂടെ സൂക്ഷിക്കാമെന്നുള്ളൂ. അതിന് ലൈഫ് കുറവാണ്. അതുകൊണ്ട് ഇനി മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാളൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഒരു നെല്ലിക്കയുടെ വലിപ്പമുള്ള വാളംപുളിയും കൂടെ ഞാൻ തേങ്ങ വറുത്തതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ഇപ്പം ചേർക്കുന്നില്ല. ഉപ്പ് നമ്മൾ പൊടിക്കുമ്പോൾ നമുക്ക് ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്താലും മതിയേ. ഇപ്പം ഏകദേശം ഒരു പകുതി മുക്കാലും നമുക്കൊന്നായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് കളറൊന്ന് മാറിക്കഴിയുമ്പോഴത്തേന് നമ്മൾ നേരത്തെ ചൂടാക്കി മാറ്റി വെച്ചിരുന്ന ചിപ്പിക്കൂണുണ്ടല്ലോ, ആ കൂണും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കൂണ് ആദ്യത്തെക്കാളും കുറച്ചും കൂടെ ഇങ്ങനെ കൈകൊണ്ട് പൊടിച്ചതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. നമുക്കിനി ഇത് ഏറ്റവും കുറഞ്ഞ തീയിൽ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി ചേർത്ത ശേഷം തീ കത്തിക്കേണ്ട കാര്യമേ ഇല്ല. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. എന്നിട്ട് ആ തേങ്ങയുടെയും ഇതിൻ്റെയൊക്കെ ചൂടിക്കിടന്ന് ആ മുളക് പൊടിയുടെ പച്ചക്കുത്തലങ്ങ് മാറിക്കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് തണുത്ത ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കിട്ടിയിലും ടേസ്റ്റാണ് കേട്ടോ.